ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഓൾറെഡി കുറച്ചൊരു ഷോർട്സ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ട് നമ്മൾ ആക്ച്വലി നത്തിങ് ഫോൺ 3 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു 45,000 രൂപയ്ക്ക്. അത് ഓൾമോസ്റ്റ് കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ആക്ച്വലി ഫ്ലിപ്കാർട്ട് തന്നെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പറയുമ്പോൾ അത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിസിഷൻ ആയിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി പ്രൈസ് വന്നത് 40,000 രൂപ കിട്ടുന്നുണ്ട്. SBI കാർഡൊക്കെ ഉണ്ടെങ്കിൽ അതിനും കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ മാക്സിമം ഡിസ്കൗണ്ട് വരുന്നത് 40,000 രൂപയാണ്. പക്ഷേ നമുക്കിപ്പോൾ അത് ഓൾറെഡി ഞാനത് റീഫണ്ട് ഇനീഷ്യേറ്റ് ചെയ്തിരുന്ന ഒരു മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു. പക്ഷേ ഇതുവരെയായിട്ട് ഒരു റീഫണ്ട് ക്രെഡിറ്റോ ഞാൻ കോട്ടക്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആക്ച്വലി ഇവരായിട്ട് സംസാരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്വിറ്ററിലും അതുപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയണത് നമുക്ക് ഇവരുടെ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഓൾറെഡി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കാണുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്. കണ്ടോ, ഞാൻ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഒന്ന് കുറയ്ക്കാം. എന്താ വെച്ചാൽ നമുക്ക് ഇത്രയും ദിവസം നോർമലി ഒരു നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ റീഫണ്ട് ടൈം ലൈൻ വരുന്നത് 5 to 7 ദിവസമൊക്കെയാണ് മാക്സിമം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് റീഫണ്ട് വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ കസ്റ്റമർ കെയറെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നിട്ടാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ സ്മാർട്ട് ഫോൺ ആർച്ചർ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഫിനാൻസിൽ വർക്ക് ചെയ്യുന്നത് അതേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ടെലിഗ്രാം ചാനലും ഉണ്ട്, ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നോർമലി നിങ്ങൾക്ക് ഇതുപോലെ ബാങ്കുകളൊക്കെ കോൺടാക്ട് ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ട്വിറ്ററാണ് കേട്ടോ, എക്സ് ട്വിറ്റർ. നമ്മൾ പണ്ട് അതാണല്ലോ ഇപ്പോൾ കുറച്ചുകൂടി പറഞ്ഞാൽ മനസ്സിലാവുന്നത്. അപ്പോൾ ഞാനത് ആക്ച്വലി അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ നമുക്ക് റെസ്പോൺസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് അവർ കോളും ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു. അപ്പോൾ കോൾ ചെയ്തിട്ട് അവർ ആസ് പെർ അവർ ഫോൺ കോൾ കണ്ടു. അപ്പോൾ ഇത് ആക്ച്വലി അവർ പറഞ്ഞത് അവർക്ക് ആക്ച്വലി ഒരു ഇനീഷ്യേറ്റീവ് സംഭവമൊന്നും വന്നിട്ടില്ല. നോർമലി നമുക്ക് ഇതുപോലെ റീഫണ്ട് എന്തെങ്കിലും കിട്ടാണ്ടെങ്കിൽ റീഫണ്ട് റെഫറൻസ് നമ്പർ എന്നൊരു സംഭവമുണ്ട്. ഇത് നമ്മുടെ മർച്ചൻറ്റ് ഇനീഷ്യേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു നമ്പറാണ്, നമ്മുടെ ട്രാൻസാക്ഷൻ ID എന്നൊക്കെ പറയില്ല, അതുപോലെ. അപ്പോൾ ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ആക്ച്വലി ഇപ്പോൾ ഈ എമൗണ്ട് എവിടെയെങ്കിലും ഹോൾഡ് ചെയ്ത് കിടക്കുകയാണെങ്കിൽ, എക്സ്പെഷ്യലി അവരുടെ സെർവറിലോ സംഭവത്തിലൊക്കെ ആണെങ്കിൽ അവർക്ക് റീട്രാക്ട് ചെയ്തിട്ട് ക്രെഡിറ്റ് ചെയ്യിക്കാൻ പറ്റും ബാങ്കിൻ്റെ കസ്റ്റമർ കെയർക്ക്. അപ്പോൾ അത് ചോദിക്കും നോർമലി ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ. പക്ഷേ ഇത് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സാധനം കിട്ടണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല ഫ്ലിപ്കാർട്ടിന്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ കസ്റ്റമർ കെയർ പേരിൽ മാത്രമല്ല ഉള്ളൂ. ഇവരുടെ കസ്റ്റമർ കെയറിൽ നമുക്ക് ആമസോണിലൊക്കെ ആണെങ്കിൽ ചാറ്റ് സപ്പോർട്ടോ കോളോ അതൊക്കെ നമുക്ക് ഫോണിൽ കൂടെ ചെയ്യാം. ഇതിലാണെങ്കിൽ പറയുന്നില്ല, എന്തോ ഒരു ഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നത്തിങ് ഫോൺ ഇതിൽ മാത്രമല്ലേ ഉള്ളൂ. ഒഫീഷ്യൽ സെൽ നത്തിങ്ങിൻ്റെ ഫ്ലിപ്കാർട്ടാണല്ലോ. അതുകൊണ്ട് ഞാൻ ഇനി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. ഞാൻ ആക്ച്വലി നത്തിങ്ങിൻ്റെ 3A വാങ്ങിച്ചിട്ടായിരുന്നു ഞാൻ ഈ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് ത്രൂ വാങ്ങിച്ചത്. ഞാൻ ഈ സാധനം ഉപയോഗിക്കില്ല, എനിക്ക് മതി. പറയുമ്പോൾ ഓഫേഴ്സും പ്രൊഡക്ട്സും ഒക്കെ ഇതിൽ കൂടുതൽ വാങ്ങിക്കാൻ തോന്നും. പക്ഷേ ഇതാണ് പ്രോബ്ലം. റീഫണ്ട് ഇനീഷ്യേറ്റ് ചെയ്ത് ഓർഡർ ചെയ്താൽ കിട്ടുമെന്ന് ഉറപ്പില്ല. അത് മാത്രമല്ല അവർ തന്നെ ക്യാൻസൽ ചെയ്തിട്ട് അവരതൊന്നും കുറേ ചാർജുകൾ പിടിക്കും. ഇപ്പോൾ ഞാൻ 45,500 കൊണ്ട് അടച്ചത്, എനിക്ക് റീഫണ്ട് ഇനീഷ്യേറ്റ് അയക്കുന്നത് 45 സംതിങ്. അപ്പോൾ 300 ഓൾമോസ്റ്റ് റേഞ്ച് അവർ ഓരോ കൂട്ടായ്പ ചാർജസ് പിടിക്കുന്നുണ്ടല്ലോ. അത് പിടിച്ചോ പോട്ടെ, പിന്നെ നമ്മൾ തന്നെ പോയി ചാടി കൊടുത്താണല്ലോ, അത് തന്നെ പോട്ടെ വയ്ക്കാം. പക്ഷേ ഇത് അതുപോലെ തന്നെ കുറേ എണ്ണം കണ്ടു, റീഫണ്ട് ഇൻ പ്രോഗ്രസ്. റീഫണ്ടൊന്നും ആവില്ല ഇതിൽ. എന്നിട്ട് ഞാൻ അപ്പോൾ റീഫണ്ട് കംപ്ലീറ്റ് ഒന്നും അതിൽ കാണിക്കുന്നത്. ഇതിൽ എത്ര ദിവസമായിരുന്നു വിചാരിച്ചെന്നുണ്ട് 45 കണ്ടോ. പക്ഷേ ഇവരെ കോൺടാക്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാനിതൊരു കുറേ ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് ഇഷ്യൂ കുറേ എണ്ണം എടുക്കുന്നുണ്ട്. അവർ തന്നെ റിസോൾവ് ഒന്ന് അടിച്ച് പോവുക. അപ്പോൾ ഇതാണ് അവസ്ഥ. കണ്ടോ, കുറേ അവന്മാർ തന്നെ ഓട്ടോമാറ്റിക് മെസ്സേജും കാണാനൊക്കെ വരും. പക്ഷേ അവർ തന്നെ റിസോൾവ് അടിച്ച് പോവാണ്. ഇത് കോൺടാക്ട് ചെയ്യാനും പറ്റുന്നില്ല. റീഫണ്ട് റെഫറൻസ് നമുക്ക് നമ്പർ കിട്ടണമെങ്കിൽ എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്താലേ നമുക്ക് റീഫണ്ട് റെഫറൻസ് കിട്ടുള്ളൂ. അപ്പോൾ അതിനും രക്ഷയില്ല. അപ്പോൾ ഇതേപോലത്തെ പ്രൊഡക്ട്സ് ഒക്കെ ഫ്ലിപ്കാർട്ട് ത്രൂ ഓർഡർ ചെയ്യുന്നവരൊന്നും സൂക്ഷിക്കുക കേട്ടോ. പണി കിട്ടണ വഴി അറിയില്ല. റീഫണ്ട് ചെയ്താൽ പോലും റീഫണ്ട് കിട്ടില്ല. അത് വെച്ചാൽ ഇതൊക്കെ ഓട്ടോമാറ്റിക് പ്രൊസീജിയറാണ്. ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് വന്ന് ഹോൾഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് റീഫണ്ട് റെഫറൻസ് നമ്പർ വേണം. അതും കിട്ടാൻ വഴിയില്ല. അവരെ കോൺടാക്ട് ചെയ്ത് ഞാൻ ഇൻസ്റ്റാഗ്രാം നമ്മുടെ ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ടോ, അതിലൊരു റെസ്പോൺസും ഇല്ല. അപ്പോൾ ഉമ്മാരെ സൂക്ഷിച്ചോ, ഇതിൽ ഓർഡർ ചെയ്യുന്നവരൊന്നും സൂക്ഷിച്ചോ, അത്രയും നമുക്ക് പറയാനുള്ളൂ. ഞാൻ എന്തായാലും ഇത് വിടാൻ പോകുന്നില്ല, ഞാൻ വാങ്ങിച്ചിട്ടേ പോകുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് എന്തായാലും ഇതൊന്നും ഇപ്പോൾ പറയാൻ ആക്ച്വലി വന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത് കാണാം.